എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷനോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഒന്നും അല്ലാട്ടോ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇന്ന് നമ്മൾ എക്സാംസിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില വാല്യുബിൾ ആയിട്ടുള്ള ടിപ്സാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ ഈ ടിപ്സിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എക്സാംസിൻ്റെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് കയറുന്നതിനായിട്ട് മുമ്പും എക്സാമിന് കയറിയതിന് ശേഷവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ, അതായത് എക്സാമിൻ്റെ തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പഠിച്ചു എന്നുള്ളതൊന്നും ആലോചിക്കേണ്ട. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ അതിനുള്ള തെളിവ് തന്നെയാണ് എൻ്റെ ഓരോ വീഡിയോസും കാണുമ്പോഴും അതിൻ്റെ താഴെയുള്ള കമൻസും വ്യൂസും ലൈക്സൊക്കെ. അപ്പോൾ അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലാവേണ്ടത് നിങ്ങളത് നന്നായി കാണുന്നുണ്ട്. എൻ്റെ കൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം കാണുക മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. 100% ഗ്യാരണ്ടി ഞാൻ തരികയാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തത് നോക്കി ചെയ്യാമെന്നല്ല, തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കാനില്ല, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ തലേ ദിവസം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഓടിച്ചു നോക്കുക ഇൻ ദ സെൻസ് ജസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും 1 തൊട്ട് ചാപ്റ്റർ 1 തൊട്ട് ചാപ്റ്റർ 14 വരെ ഇങ്ങനെ ഓടിച്ചു നോക്കുക, ജസ്റ്റ് വായിച്ചു നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതിലൊരു ടോപ്പിക്കാണല്ലോ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പം ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ ഏതൊക്കെ ലോ ഉണ്ട്, എന്താണ് ആ ലോ, എന്താണ് അതിൻ്റെ ഒരു ഫോർമുല, എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോന്ന് ജസ്റ്റ് ഓടിച്ച് വായിക്കുക. വീണ്ടും റിവൈസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. റിവൈസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് വീണ്ടും നോക്കി ചെയ്ത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, എല്ലാ ടോപ്പിക്സും ഒന്ന് പെട്ടെന്ന് വായിച്ച് തീർക്കുക. അതൊക്കെ ഇപ്പോൾ നിങ്ങളൊരു രാവിലെ തുടങ്ങിയ ഉച്ച പോട്ടെ വൈകുന്നേരം വരെ അതിനുള്ള സമയം എടുക്കുക. അപ്പോൾ വൈകുന്നേരം വരെ നമ്മളിത് നോക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ജസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ച് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് സിനിമ കാണാനോ അല്ലെങ്കിൽ സീരീസ് കാണാനോ TV പ്രോഗ്രാംസ് കാണാനോ ഇതൊന്നും കിടക്കുന്നതിന് മുമ്പ് കാണരുത്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ കിടക്കുന്നതിന് മുമ്പ് ഓവറായിട്ട് ഫുഡ് കഴിക്കരുത്. രാത്രി ഭക്ഷണം കഴിക്കില്ലേ, അത് ഓവറായിട്ടുള്ള ഫുഡ് കഴിക്കരുത്, പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങിച്ച് കഴിക്കരുത്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മുടെ ബോഡീനെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ച് കുറവ് ഭക്ഷണം കഴിക്കരുത്, അതും എഫക്റ്റ് ചെയ്യും, തലവേദനയൊക്കെ വരും. അപ്പോൾ അത് ചെയ്യരുത്. നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം എന്താണോ അത് കഴിക്കുക. പിന്നെ അടുത്ത കാര്യം എന്താ, നേരത്തെ കിടന്നുറങ്ങുക. നേരത്തെ കിടന്നുറങ്ങേണ്ടതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മളെല്ലാം എടുത്തു വെച്ചിട്ടില്ലേ നോക്കുക. എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് ആയാലും കാൽക്കുലേറ്റർ, ലോഗറിതം ടേബിൾ, കാൽക്കുലേറ്ററും ലോഗറിതം ടേബിളും നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം, അതൊക്കെ യൂസ് ചെയ്യാമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകണ്ടൂ. പിന്നെ എക്സ്ട്രാ പേന എപ്പോഴും കയ്യിൽ വയ്ക്കുക. ഒരു പേന എങ്ങാനും വർക്ക് ചെയ്യാണ്ടിരുന്നാൽ പണിയാണ്. അപ്പം 3 പേനകളൊക്കെ കയ്യിൽ വയ്ക്കുക. ആരുടെയൊന്നും ബോറോ ചെയ്യാനോ ആർക്കും കൊടുക്കാനോ ഒന്നും നിൽക്കണ്ട. ഓക്കെ, പിന്നെ സ്കെയില്, റബ്ബർ, പെൻസിൽ, അങ്ങനെ എന്തൊക്കെ സ്റ്റേഷനറി സാധനങ്ങൾ വേണോ അതെല്ലാം വെക്കുക. വാട്ടർ ബോട്ടിൽ വെക്കുക. പിന്നെ എക്സാം പാഡ് അലൗഡ് ആണെങ്കിൽ അതും കൂടി വെക്കുക. പിന്നെ നിങ്ങൾക്ക് രാവിലെ വായിച്ച് നോക്കണ ആൾക്കാരുണ്ടാവും, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ എക്സാംസിന് കയറുന്നതിനായിട്ട് മുമ്പ് ജസ്റ്റ് എല്ലാതും ഒന്ന് വായിച്ച് നോക്കും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ കെമിസ്ട്രി ബുക്സൊക്കെ കൊണ്ടുപോകാം. ഓക്കെ, ഇനി ഉറങ്ങണതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യാം. നേരത്തെ കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ ഉറങ്ങണതിന് മുമ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാളെ എഴുതാൻ പോണ പരീക്ഷ കിടന്നുറങ്ങുമല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ സ്വപ്നം കാണാം, ഇമാജിൻ ചെയ്യാം. അതായത് നിങ്ങൾ നാളെ പരീക്ഷ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നാളത്തെ പരീക്ഷ എന്താണോ കെമിസ്ട്രി, ഞാൻ എൻ്റെ സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ നാളത്തെ പരീക്ഷ കെമിസ്ട്രി. അപ്പോൾ നാളത്തെ പരീക്ഷ ഞാനിങ്ങനെ എക്സാം ഹാളിൽ കയറി പരീക്ഷ എഴുതണു, എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് മനസ്സിലാക്കാൻ പറ്റണു, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം എനിക്ക് ശരിയായി കിട്ടണു, എനിക്ക് നല്ലോണം എഴുതി ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. അപ്പോൾ എന്നിട്ട് റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് കെമിസ്ട്രിക്ക്, അതായത് സബ്ജക്റ്റ് കെമിസ്ട്രിക്ക് ഫുൾ A+ ഫുൾ മാർക്കും കിട്ടി. ആ ഒരു സ്വപ്നം നിങ്ങൾ കാണുക കിടന്നുറങ്ങണയായിട്ട് മുമ്പ്. എന്നിട്ട് കിടന്നുറങ്ങുക. നിങ്ങൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കിടന്നുറങ്ങുമ്പോൾ വരിക, ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും വരില്ല.
നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് മനസ്സിലുണ്ടാവുക. ഞാൻ ജയിക്കും, ഞാൻ അത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിലും പേടിക്കേണ്ട. എൻ്റെ വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. അപ്പോൾ ഇത്രയും ആലോചിക്കുക, കിടക്കണതിൻ്റെ മുമ്പ് ഈ ഒരു സ്വപ്നം കാണുക. അത് ഭയങ്കര ബെനിഫിഷ്യൽ ആവും കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ അന്ന്. അത് ഞാൻ പറഞ്ഞു രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാമിന് മുമ്പും എക്സാമിൻ്റെ സമയത്തും. അപ്പോൾ എക്സാമിന് മുമ്പ് എന്താ വെച്ചാൽ അതിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചയിലത്തെ ഭക്ഷണം. നിങ്ങൾക്ക് വൈകുന്നേരമാണെന്ന് തോന്നുന്നു എക്സാം. വൈകുന്നേരമാണ് എക്സാം എങ്കിൽ ഉച്ചയ്ക്കലത്തോ രാവിലത്തെയോ ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ നമുക്ക് തലവേദന വരും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുമ്പോൾ അതിൻ്റെ ആൻസേഴ്സൊന്നും ചിലപ്പോൾ തലയിൽ വരില്ല. കാരണം നമുക്കൊരു എനർജി ഇല്ല. എനർജി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബ്രെയിനും എല്ലാം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. രാവിലെയാണ് എക്സാമെങ്കിൽ വൈകുന്നേരമാണ് കെമിസ്ട്രീൻ്റെ എക്സാം എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ രാവിലത്തെയും ഉച്ചയ്ക്കലത്തെയും ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അധികമായിട്ട് ഫുഡ് ഓവർ ഈറ്റിംഗ് വേണ്ട, ആവശ്യത്തിന് മാത്രം കഴിക്കുക. എന്ന് വെച്ച് ടെൻഷൻ അടിച്ച് കുറച്ച് മാത്രം കഴിച്ചു പോകരുത്, അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ എത്രയാണോ കഴിക്കാറ്, സാധാരണ എക്സാംസ് ഒന്നും ഇല്ല വീട്ടിലിരിക്കുന്ന ടൈമിൽ എത്രയാണോ കഴിക്കാറ് അത്ര ആവശ്യത്തിന് മാത്രം കഴിച്ചു പോവുക. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ വീണ്ടും ചാപ്റ്റേഴ്സ് ഓടിച്ചു നോക്കുമല്ലോ. എക്സാം ഹാളിൽ കയറുന്നതായിട്ട് മുമ്പ് നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കും ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണോ ആ ചാപ്റ്റേഴ്സ് വേണം ആദ്യം നോക്കാൻ. ഓക്കെ, പെട്ടെന്ന് ഓടിച്ചു നോക്കുക. ഇങ്ങനെ ഓരോന്നും വരി വരി വായിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് വായിച്ചു നോക്കുക. എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും നോക്കി എത്തിയില്ലെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഹാളിൽ കയറുമ്പോൾ കിട്ടും. ഓക്കെ, ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വരും. ഇനി മൂന്നാമത്തെ എനിക്ക് പറയാനുള്ളത് കോവിഡ് പ്രോട്ടോക്കോൾസ് പാലിക്കുക. അതായത് മാസ്ക് ധരിക്കുക, അങ്ങനത്തെ എല്ലാം ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് എക്സാം ടൈമിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത് എക്സാം തുടങ്ങുമ്പോൾ ഒരു 15 മിനിറ്റ്സ് നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടും അല്ലേ. അപ്പോൾ ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ച് വായിക്കുക. സ്റ്റാർട്ടിങ് തൊട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ഈശ്വര എനിക്ക് ഓർമ്മ വരുന്നില്ല, അങ്ങനെ കിട്ടണില്ല തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അല്ലാണ്ട് അത് ആലോചിച്ച് അതിൻ്റെ ആൻസർ കിട്ടണ വരെ ഇരിക്കരുത്. അപ്പോൾ 15 മിനിറ്റ്സ് നമ്മൾ പാഴാവും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എളുപ്പമുള്ളത് നമുക്ക് അറിയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് വേഗം വേഗം വായിച്ച് അതിൻ്റെ ആൻസേഴ്സ് ഓർത്തെടുക്കുക. അറിയാത്തത് വിടുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒന്നും കൂടി റിവൈസ് ചെയ്ത് എവിടെയാണോ വിട്ടത് അവിടെ ഒന്നും കൂടി ഓർത്തെടുത്താൽ മതി. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് എഴുതരുത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒന്നും തന്നെ എഴുതാൻ പാടില്ല. എങ്ങാനും അത് നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ല. കോപ്പി അടിക്കുക ഒന്നും വേണ്ട. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഒരു പേടിയും പേടിക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പേര് എഴുതാൻ സാധിക്കും എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്ത് വയ്ക്കുക. അല്ലാണ്ട് അതുമ്പോൾ ഒന്നും എഴുതാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ടെൻഷൻ മാറ്റാനുള്ള ഒരു കാര്യമാണ് എക്സാം തുടങ്ങണയായിട്ട് മുമ്പ്. ഇപ്പോൾ ഇവൻ കൂൾ ഓഫ് ടൈമിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് എക്സാം തുടങ്ങണയായിട്ട് മുമ്പ് നമ്മൾ കണ്ണടയ്ക്കുക. ജസ്റ്റ് കുറച്ച് നേരത്തെ കാര്യമുള്ളൂ, കുറച്ച് സെക്കൻഡ്സിൻ്റെ കാര്യമുള്ളൂ. കണ്ണടയ്ക്കുക, 3 പ്രാവശ്യം ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ അമ്മ, അച്ഛൻ, ടീച്ചേഴ്സ്, പിന്നെ ദൈവത്തിനെ വിചാരിച്ച് എക്സാം എഴുതുക. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ഒരു പേടിയും പേടിക്കാനില്ല. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള രീതി. അപ്പോൾ ആദ്യം നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, പാർട്ട് ABC എന്നൊക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ പാർട്ട് Aയും Bയും കിട്ടിയെന്ന് വിചാരിക്കുക, C കിട്ടിയില്ല. അപ്പോൾ C കിട്ടാനുള്ളൊരു ക്ലൂ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടാവും, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ സിക്ക് മാത്രമല്ല എനും ബിനും സിനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കുറേ പാർട്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്സ് എഴുതാനുള്ളൊരു ക്ലൂ ആണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടാവുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പോലെ എടുത്തതാണ്. നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20th ക്വസ്റ്റ്യൻ ആയിരുന്നു. When some sodium acetate is added to a solution of acetic acid, the concentration of unionized acetic acid increases. അതായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആ ക്വസ്റ്റ്യനിൽ. അതായത് സോഡിയം അസിറ്റേറ്റ് അസിറ്റിക് ആസിഡിൻ്റെ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള അസിറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും.
ഇത് ഓർത്ത് വെച്ചോളൂ. സോഡിയം അസിറ്റേറ്റ് അസിറ്റിക് ആസിഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺഅയനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന അസിറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ അതിൽ എ പാർട്ട് ചോദിച്ചിരുന്നത് വാട്ട് ഈസ് എ ഫിനോമിനൻ ഇൻവോൾവ് സബ്സ്റ്റൻഷിയേറ്റ്. എന്താണ് ഇതിൽ ഫിനോമിനൻ സബ്സ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറയണേ? അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അൺഅയനൈസ്ഡ് അസിറ്റിക് ആസിഡ്. അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഐഡിയ കിട്ടും കോമൺ അയൺ എഫക്റ്റ് ആണെന്ന്. പിന്നെ നമ്മളോട് ചോദിച്ചത് KSP കാണാനാണ്. അതും ഇതായിട്ട് റിലേഷനില്ല. അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ അടുത്ത പാർട്ട് വന്നിരുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ വാല്യൂ ഓഫ് സോളിബിലിറ്റി ആൻഡ് സോളിബിലിറ്റി പ്രൊഡക്റ്റ് വെൻ HCl is പാസ് ത്രൂ AgCl സൊല്യൂഷൻ. അതായത് AgCl സൊല്യൂഷനിലേക്കൂടെ HCl പാസ് ചെയ്യിപ്പിച്ചാൽ അതിൻ്റെ സോളിബിലിറ്റിക്കും സോളിബിലിറ്റി പ്രൊഡക്റ്റിനും എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? AgCl സ്പ്ലിറ്റ് ചെയ്ത് Ag+ഉം Cl- ആക്കി അല്ലേ? HCl എന്ന് പറഞ്ഞ ഗ്യാസിനെ നമ്മൾ AgCl സൊല്യൂഷനിലേക്കൂടെ പാസ് ചെയ്യിപ്പിക്കണം. ഇതേപോലത്തെ ഒരു സംഭവമല്ലേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടേ? അസിറ്റിക് ആസിഡിൻ്റെ സൊല്യൂഷനിലേക്ക് സോഡിയം അസിറ്റേറ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്തുണ്ടായേ? അൺഅയനൈസ്ഡ് ആയിട്ട് കിടന്നിരുന്ന അസിറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയല്ലേ ചെയ്തേ? ഇവിടെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഉണ്ടാവുക. AgClനും HClനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? Cl അല്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ ഈ AgCl സൊല്യൂഷനിലേക്ക് HCl പാസ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? Cl- കോൺസെൻട്രേഷൻ കൂടില്ലേ? അങ്ങനെയാണ് അത് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇപ്പം മനസ്സിലായോ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഉപകാരം എന്ന്? അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടുപോകരുത്. സ്റ്റേറ്റ്മെൻറ്റ് കൂടി വായിച്ചെടുക്കുക. നിങ്ങൾക്ക് എങ്ങാനും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അതിൽ സപ്പാർട്ടായിട്ട് വരുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് തോന്നിയാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസറിൻ്റെ എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടും. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, കിട്ടണത് ആദ്യം തന്നെ എഴുതുക. കിട്ടണ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആദ്യം തന്നെ എഴുതുക. കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അതിൽ ഇങ്ങനെ കിട്ടിയിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുള്ള ഒരു അഡമൻറ്റ് ബിഹേവിയർ വേണ്ട. ഓക്കെ, അപ്പോൾ കിട്ടണത് ആദ്യം എഴുതുക, കിട്ടാത്തതൊക്കെ റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നണമെന്നുണ്ടാവും. അപ്പോൾ അതിലേതാണോ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസിൽ ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അതിലിരിക്കരുത്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ടൈം അത്രയും വേസ്റ്റ് ആവും നമ്മുടെ. അപ്പോൾ ചിലപ്പോൾ ലാസ്റ്റിലൊക്കെ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക, കിട്ടാത്തത് മാറ്റി വയ്ക്കുക, ലാസ്റ്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല എന്ന് വിചാരിക്കും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല എന്ന് വെച്ചിട്ട് അത് വിട്ടു പോകരുത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക അതിൽ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് അറിയില്ല, ഒരു തരത്തിൽ ഓർമ്മ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കണത് എഴുതുക, ഗിവൺ എഴുതുക. ഇപ്പോൾ പ്രോബ്ലം ആയാലും ശരി, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും ശരി, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റോ എന്താ വെച്ചാൽ തന്നിരിക്കണത് എഴുതുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗീവ് റീസൺസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു എക്സ്പ്ലനേഷൻ തോന്നുന്നത് അത് എഴുതുക. അത്രയും കിട്ടാത്ത ക്വസ്റ്റ്യൻസിന് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തോന്നുന്നത് അത് എഴുതുക. അപ്പോൾ ഇനി ഒരു പ്രോബ്ലം ആണെങ്കിൽ എന്താണ് തന്നിരിക്കണത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തായിരിക്കും അതിൻ്റെ റിലേഷൻ നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല, അത് വെച്ച് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ക്വസ്റ്റ്യൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചിലപ്പോൾ തെറ്റാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരിപ്പോൾ 11th ക്വസ്റ്റ്യനിൽ A പാർട്ട് അവർ തന്നിരിക്കണം തെറ്റാന്ന് വിചാരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ചിലപ്പോൾ 11th A പാർട്ട് എഴുതിയവർക്ക് എല്ലാവർക്കും, അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം, എഴുതിയവർക്ക് എല്ലാവർക്കും മാർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പോലും വിടരുത്, എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക. കിട്ടിയില്ല, അത്രയും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പോരുക, ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത് കേട്ടോ. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ആൻസേഴ്സ് എഴുതേണ്ട രീതിയാണ്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നീറ്റായിട്ട് എഴുതുക. നമ്മൾ എന്ത് എഴുതിയാലും അത് വൃത്തിയായിട്ട് എഴുതുക. നീറ്റിൽ എഴുതിയാൽ തന്നെ ടീച്ചേഴ്സിന് മാർക്ക് തരാൻ തോന്നും. അപ്പോൾ നീറ്റായിട്ട് എഴുതുക. എന്ത് എഴുതായാലും, അതിപ്പോൾ നമുക്ക് അറിയണ ഉത്തരമായാലും അറിയാത്ത ഉത്തരമായാലും എന്ത് എഴുതായാലും നീറ്റായിട്ട് എഴുതുക. ഫസ്റ്റ് പേജ് തന്നെ നല്ല നീറ്റായി കണ്ടാൽ ടീച്ചേഴ്സിന് നല്ല ഇമ്പ്രഷൻ തോന്നും. കാരണം അവർ കുറേ പേപ്പേഴ്സ് ഇങ്ങനെ നോക്കി വരല്ലേ. അപ്പോൾ നിങ്ങളും വൃത്തിയില്ലാണ്ടൊക്കെ എഴുതിയാൽ ടീച്ചേഴ്സിനും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നീറ്റായിട്ട് എഴുതുക. ഓക്കെ, എപ്പോഴും എഴുതുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതിയാൽ അപ്പോൾ തന്നെ അവർക്ക് മാർക്ക് തരാൻ തോന്നും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഷോർട്ട് ഫോമിൽ എഴുതരുത്. ഞാനിപ്പോൾ ഇടയിൽ എൻ്റെ നോട്ട്സിലൊക്കെ കാണാം ബിക്കോസിനൊക്കെ BCOZ അങ്ങനെ ഷോർട്ട് ഫോംസോ നിങ്ങൾ വാട്സപ്പിൽ യൂസ് ചെയ്യുന്ന ആ ചാറ്റ് ഫോംസോ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. എക്സാംസിന് അങ്ങനത്തെ ഫോംസ് യൂസ് ചെയ്യാൻ പാടില്ല. എന്ത് എഴുതുന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് എഴുതുക. പിന്നെ ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടാവും നമുക്ക് ഗീവ് റീസൺ എന്ന് പറഞ്ഞ് തരിക. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതിയിട്ട് വേണം ദിസ് ഇസ് ബിക്കോസ് അല്ലെങ്കിൽ ദിസ് ഇസ് ഡ്യൂ ടു എന്നൊക്കെ പറഞ്ഞിട്ട് റീസൺ എഴുതാൻ. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ
എപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാലും പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ തരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്നത് എടുത്ത് എഴുതുക. ഇറ്റ് ഈസ് ഗിവൺ ഡാറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്ത് എഴുതുക. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അതിപ്പോൾ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ എന്താണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിലേഷനോ ഇക്വേഷനോ എന്തെങ്കിലും റിലേറ്റഡ് ഉണ്ടാവില്ലേ അതിനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ അത് എഴുതുക. പിന്നെയാണ് നമ്മൾ ആൻസറിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ ആൻസറിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് എഴുതി കണ്ടു കഴിഞ്ഞാൽ തന്നെ ടീച്ചേഴ്സിന് മാർക്ക് തരാൻ തോന്നും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്തതായാലും ജസ്റ്റ് എന്താണ് തന്നേക്കണേ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് റിലേഷൻ നിങ്ങൾക്ക് അറിയണ രീതിയിൽ എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ ടേബിൾ വരച്ച് ജോയിൻ ചെയ്യിപ്പിക്കരുത് കേട്ടോ. അത് ചെയ്യരുത്, അത് ചിലപ്പോൾ മാർക്ക് കട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് കോളത്തിലെ ആൾക്കാർക്ക് ABCD എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്പറിങ് പോയിണ്ടാവുക. സെക്കൻഡ് കോളത്തിലെ ആൾക്കാർക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതില്ലെങ്കിലും അതിൽ ഒരു വേർഡ്സ് ഉണ്ടാവില്ലേ. അപ്പോൾ ആൻറ്റാസിഡ് എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് കോളത്തിലുള്ളത്. രണ്ടാമത്തെ കോളത്തിലുള്ളത് MgOH ട്വൈസ്. അപ്പോൾ MgOH ട്വൈസ് എന്ന് പറഞ്ഞാൽ ആൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യണതാണ് അല്ലേ. അപ്പോൾ ആൻറ്റാസിഡ് -MgOH ട്വൈസ് അങ്ങനെ ഓരോന്നിൻ്റെ എഴുതുക കേട്ടോ. താഴേക്കായിട്ട് എഴുതി പോയി. പിന്നെ പറയാനുള്ളത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് എല്ലാം എഴുതി കഴിഞ്ഞാൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ആദ്യം നമ്മൾ എഴുതുന്നത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. ആദ്യം നമുക്ക് എഴുതാൻ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസാണ് വേഗം എഴുതി പോവുക. അറിയാത്തത് റൗണ്ട് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിനുശേഷം അറിയാത്തതിൽ തന്നെ കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ലേ, അത് ആദ്യം അറ്റൻഡ് ചെയ്യുക. പിന്നെയാണ് ഏറ്റവും ഡിഫിക്കൽട്ടിൽ വന്ന് ചിന്തിച്ചിരിക്കേണ്ട സമയം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ്സ് എങ്കിൽ 5 മിനിറ്റ്സ് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ്, എനിക്കിത് നന്നായിട്ട് അറിയാം, ഞാൻ നന്നായി എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ചിലപ്പോൾ കാൽക്കുലേഷൻസിലൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ വീണ്ടും കാൽക്കുലേറ്റർ പെർമിറ്റഡ് ആണെന്നാണ് തോന്നണേ. അപ്പോൾ കാൽക്കുലേറ്റർ പെർമിറ്റഡ് ആണെങ്കിൽ അതിൽ അടിച്ചു നോക്കുക ശരിയല്ലേ എന്ന് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ A+ഉം ഫുൾ മാർക്കും വാങ്ങിക്കാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്.